അവനറിയാം ബാലഭാസ്കറിന്റെ കേസൊക്കെ അറിയോ? അവനെ കൊന്നതല്ലയോ ഇത് കൊടുത്തേക്ക്. അമ്മ ആ സെയിം ഇത് തന്നെ ഇവൻ ഈ സിജി എന്ന് പറയുന്നവരോട് ചെയ്ത അവനെ ചുമ്മാ മയക്കിയിട്ടേക്ക് അവിടെ കൊണ്ടിട്ട് കോടികൾ തട്ടിയതാ. അതുപോലെ തന്നെ ഇവിടെ കുറെ മരണങ്ങളുണ്ടല്ലോ ഈ വണ്ടി രാത്രി. അതുപോലെ തന്നെ ഇവിടെ കുറെ മരണങ്ങളുണ്ടല്ലോ ഈ വണ്ടി രാത്രി നടക്കുന്ന മിക്ക വണ്ടി ആക്സിഡന്റും വരും കള്ളത്തരവാ. എല്ലാത്തിനെയും ഭഗവതി നല്ല ഇൻഷുറൻസ് അടിക്കുന്നതാ വേറെ ഇതെല്ലാം. ആണേ അമ്മ. അതുകൊണ്ട് ഈ പിള്ളേരെയൊക്കെ പഠിക്കാൻ വരുന്ന സ്കൂളും പിള്ളേരൊക്കെ ഒരു 10 കഴിയുമ്പോഴത്തേനൊക്കെ വിടുന്ന സ്കൂളിലൊക്കെ നമ്മളുടെ നല്ലതായിട്ട് ഇതാക്കി വേണം വിടാൻ. നമ്മളെന്നും അന്വേഷിക്കണം സ്കൂളിലെ കാര്യങ്ങളും കോളേജിലെ കാര്യങ്ങളും ഒക്കെ. വലിയൊരു മാഫി ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ അമ്മ. എന്ന് വെച്ചാൽ ഓർഗൻ മാഫിയും എല്ലാം ഉണ്ട്. നമ്മുടെ അവയവം ഉണ്ടല്ലോ അവയവം. ഇതൊക്കെ ഇവിടെ ഇപ്പൊ ഭയങ്കര വ്യാപകമാ. ഇലന്തൂര് നടന്ന കേസ് ആണെന്ന് അറിയോ? ഇലന്തൂര് നടന്ന കേസ് ഏതാ ഇയാൾ പറഞ്ഞു ഇലന്തൂരേ മാമ അവന്മാരെ തിന്നതാണാ പറയുന്നേ. അകത്തുള്ള സാധനങ്ങളൊക്കെ ആന്തരിക അവയവങ്ങളൊക്കെ തിന്നതാണ് അവ. മാമൻ അറിയത്തില്ലേ അത്? തിന്നെന്നാ പറയുന്നത്. മാമ കേട്ടില്ലേ അത്? പക്ഷെ തിന്നാനേ തിന്നാൻ അവന്മാരുടെ കൂടെ ഒരു എന്തുവാ നമ്മുടെ ഒരു സർജൻ ഉണ്ട്. നമ്മുടെ ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തുന്ന സർജൻ ഉണ്ടല്ലോ. സർജന്റെ കൂടെ ഹെൽപ്പറായിട്ട് നിന്ന് ഒരുത്തനാ ഇവന്മാരുടെ കൂടെ ഉണ്ടായിരുന്നത്. എന്തിനാ ഈ സർജന്റെ കൂടെ ഈ ഓർഗൻസ് ഒക്കെ നല്ലതായിട്ട് ഇങ്ങനെ എന്താ കേടുപാടൊന്നും കൂടാതെ എടുക്കാൻ അറിയുന്നവനാ ഇവൻ. ഇവനെ നിർത്തിയിരിക്കുന്ന എന്തിനാണെന്നറിയാം? ഓർഗൻസ് ഒക്കെ ഇങ്ങനെ നല്ല കേടുപാട് ഒന്നും കൂടാതെ എടുത്ത് ലേശോറിലൂടെ വിൽപ്പനയായിരുന്നു അവരുടെ ജോലി. മനസ്സിലായോ? അങ്ങനെ ആ 3 തട്ടി 4 തട്ടിയിട്ട് അവസാനം ഡെഡ് ബോഡി എടുത്തപ്പോ ഇന്റേണൽ ഓർഗൻസ് ഒന്നും ഇല്ല. അപ്പൊ അവരുടെ വീട്ടിൽ പറയാൻ തിന്നതാണെന്ന് കേട്ടോ. ഇതൊന്നും അവൻ അറിയത്തില്ലയോ? യൂട്യൂബിനകത്തുണ്ട്. തിന്നതാണെന്നാ പറയുന്നത്. തിന്നത് പിന്നെ അത്ര പൊട്ടറല്ലയോ? ഇവന്മാരടുത്ത് കൊടുത്തിട്ട് പറയണം തിന്നടാന്ന്. അതാ വേണ്ടത്. ഇച്ചിരി പാപ്പൊക്കെ കൊടുത്തിട്ട് വേണം തിന്നടാന്ന് പറയണം. അവന്മാര് തിന്നോ ഇല്ലയോ അന്നേരം അറിയാം. മാമ ഇതുപോലെ ഈയിടയ്ക്ക് നമ്മുടെ ഡൽഹിയിലുണ്ടല്ലോ. ബീഹാറിലോ UP-യിലോ എവിടെയോ ബീഹാറാന്ന് തോന്നുന്നു. ഒരുത്തൻ PhD വരെ പഠിച്ചിട്ടുള്ളൂ. +2. അവന് 30 പേരുടെ കിഡ്നിയാ എടുത്തത്. എന്താ 10,000, 5,000, 5 ലക്ഷം ഒക്കെ പാപിടിച്ച ആൾക്കാരുണ്ടല്ലോ ഈ ബീഹാറിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ. അവർക്ക് 5 ലക്ഷവും അങ്ങേയറ്റം 5 ലക്ഷം ഒക്കെ കൊടുത്തിട്ട് ഒരു കിഡ്നി എടുത്തേക്ക് ആൾക്കാണ്ടൊക്കെ പൈസ കൊടുക്കാതെ അവർ കംപ്ലൈന്റ് ചെയ്തിട്ട് ഇവനെ പിടിച്ചപ്പോ ഇവൻ വലിയ ഡോക്ടറായിട്ട് ടെലസ്കോപ്പും ഒക്കെ ഇട്ടായിരുന്നു വിലക്കുന്നു. ഇതെല്ലാം ഈ ഇടയ്ക്ക് വന്നതാ. ഇങ്ങനെ ഇവിടെ ഇന്ത്യയിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഓലകെട്ടി നല്ല ഒന്നാന്തരം മാഫിയുണ്ട്. മാമനോട് പറയാനാണെങ്കിൽ ഈ നമ്മുടെ ഈ ഇലന്തൂര് നടന്ന അവനുണ്ടല്ലോ ഈ കൊന്നവൻ, അവനുമായിട്ട് ഈ നമ്മുടെ ഗിരീഷിന്റെ പെണ്ണുപിള്ള ഡിമ്പിള്, അവർക്കൊക്കെ എന്തോ ഫേസ്ബുക്കിലെ ഫ്രണ്ട്സ് ആയിരുന്നു. ഞാനത് അറിഞ്ഞത് നമ്മൾ ഫേസ്ബുക്ക് നോക്കുമായിരുന്നു. അന്നേരം ഇവരോട് ഈ ഡിമ്പിളിനോട് ആരാണ്ടൊക്കെ എഴുതി ചോദിച്ചു, ഈ കൊലപാതകം ചെയ്ത അവര് നിങ്ങളുടെ ഫേസ്ബുക്കിലെ ഫ്രണ്ട് ആയതെങ്ങനെയാണെന്ന് ചോദിക്കുന്നു കേട്ടോ. അപ്പം നമുക്ക് അപ്പൊ അവൾ പറയുന്നു നമുക്കെങ്ങനെ അറിയാം ഇവന്തൊക്കെയാ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഒഴികഴിവ് പറയുന്നു. മനസ്സിലായോ? ഇതെല്ലാം നമ്മൾ കണ്ടതാ. ഈഴവ കോട്ടയല്ല ഇതെല്ലാം നടന്നതാണ്. ഇലന്തൂരൊക്കെ ഇലന്തൂര്. മാമൻ ഇതൊക്കെ വായിച്ചു നോക്കിയാൽ മതി. ഇതുപോലെ ഭയങ്കര നമ്മളെ പിടിച്ച് എവിടെങ്കിലും ഒന്ന് ഇട്ടേച്ചിട്ട് കാശടിക്കാനായിട്ട് കുറെ പേര് നടക്കുക നമ്മൾ കേട്ടോ. എന്റെ തൊട്ടും എന്തോ അത് എനിക്കറിയാമല്ലോ. എന്ന് വെച്ചാൽ ജോബ് ലോസ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു ഇൻഷുറൻസ് ഉണ്ട്. നമ്മളെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി ഇടുക, ഇവന്മാര് കാശ് വാങ്ങിക്കുക. എനിക്ക് മാനസിക രോഗം ആയതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ എമൗണ്ട് വാങ്ങിച്ച് കുട്ടടിക്കുക ജോലി ഇവന്മാരുടെ കേട്ടോ. അതിനാ ഇവന്മാർ ഇത് പിടിച്ചിരുന്നതൊക്കെ. ഭയങ്കര ഇതല്ലേ ഇവന്മാർ എന്തെല്ലാം നമ്മളോട് ചെയ്യുന്നത്. ഈ എന്തുവാ നമ്മുടെ മാമൻ വന്ന് നോക്ക്, നമ്മുടെ DVR വരെ എടുത്തോണ്ട് പോയി കഴിഞ്ഞ പ്രാവശ്യം. എന്തോ ആരെത്തും നമുക്കറിയില്ല. നമ്മളെ ഇവിടുന്ന് ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയേച്ച് നമ്മുടെ വീട്ടിലിരുന്നത് ഒരു കന്നാസ് വേണ്ട വടക്കേരെ സുബ്രഹ്മണ്യന്റെ വീട്ടിലിരിക്കുന്നത്. ഞാൻ മാമനെ കാണിച്ചു തരുന്ന 4 കന്നാസ് എനിക്കുണ്ടായിരുന്നു. 2 വലുതും 2 ചെറുതും. ഇവിടെ വന്നപ്പം 2
കഴിഞ്ഞാൽ അതിനകത്തുണ്ടായിരുന്ന നമ്മുടെ ഇതുപോലെ തന്നെ കുറെ എന്തോ നിമിഷം വരിക, നമ്മുടെ ഗേറ്റെ പിടിച്ചുകൊണ്ട് നിൽക്കുക, ഇതെല്ലാം നമ്മൾ എന്തുവാ ഇതിനകത്ത് ഫേസ്ബുക്കിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അനിയത്തി പറയാം, അതങ്ങ് ഡിലീറ്റ് ചെയ്യും, അതങ്ങ് ഡിലീറ്റ് ചെയ്യും, ഇനി എന്തിനാ ആർക്കെയും കഴിഞ്ഞില്ലേ, അതങ്ങ് ഡിലീറ്റ് ചെയ്യും, അതങ്ങ് ഡിലീറ്റ് ചെയ്യും. കേട്ടോ അമ്മ, കുറച്ചൊക്കെ നമ്മളൊന്ന് കഴിഞ്ഞില്ലെന്ന് വെച്ചാൽ ഡിലീറ്റ് ചെയ്ത്. പിന്നെ ഇപ്പോഴാ വിചാരിക്കുന്നത് ഒന്നും ഡിലീറ്റ് ചെയ്യരുതായിരുന്നുള്ളൂ. ഇപ്പൊ പിന്നെ ഗേറ്റ് പിടിക്കാൻ വരുന്നില്ല, ഗേറ്റിന്റെ മുന്നിലിട്ട് വട്ടം കറക്കി അങ്ങ് പോവുക. കേട്ടോ, ആ ഗേറ്റിന്റെ മുന്നിലിട്ട് വട്ടം കറക്കി മിക്ക ദിവസം കുറെ ബൈക്കുകാരും അവരും ഇവരും എല്ലാം അങ്ങ് പോവുക. എന്നിട്ട് ഞാൻ ഇത് പറയുന്നതാണ് ലതയെന്ന് പറയുന്നത് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ടോ, പോയവരെ വിടത്തില്ല. അവരുടെ മാമന്റെ വീടും പബ്ലിക് റോഡിന്റെ മുന്നിൽ തന്നെ ഇല്ലയോ? മാമന്റെ വീടിന്റെ മുന്നിൽ എത്ര കടയുണ്ടല്ലോ, എത്ര പേര് വന്ന് യൂ ടേൺ എടുത്ത് പോകുന്നു? എത്ര പേര് വന്ന് യൂ ടേൺ എടുത്ത് പോകുന്നു? പണ്ടത്തെ ഈ നമ്മുടെ എന്തോ DVR-നകത്ത് ഉണ്ടായിരുന്നു, നമ്മുടെ വീടിന്റെ മുന്നിൽ നീല കാറ്, മറ്റേ പല പല കാറുകൾ വന്നിങ്ങനെ കിടക്കുക. അപ്പൊ നമ്മളിത് കാണത്തില്ല, നമ്മൾ കിടന്നുറങ്ങില്ലേ രാത്രിയിൽ, കാറ് വന്ന് കിടക്കുന്നത് നമ്മൾ കാണുന്നു, നമ്മൾ നോക്കുന്നു കാറ് വന്ന് കിടക്കുന്നു ഇല്ലയോ. പിന്നെ നമ്മളിങ്ങനെ ക്യാമറ റിവൈൻഡ് ചെയ്ത് നോക്കുമല്ലോ അമ്മ, അന്നേരം കാണാം നീല കാറ് വന്ന് കിടക്കുന്നു, അങ്ങനെ പല പല കാറ്, ചുവപ്പ് കാർ, നീല കാറ്. അന്നേരം നമ്മളത് ഉടനെ അപ്ലോഡ് ചെയ്യും. ഇവിടെ നമ്മളറിയാതെ അങ്ങനെ ഞാൻ ആ കല്ല് പെറുക്കി വെച്ചത്, ഇതെല്ലാം തെളിവെന്തേലുണ്ട്, കല്ല് പെറുക്കി ഇവിടെ കൊണ്ട് വണ്ടി ഇടാതിരിക്കാൻ കല്ല് പെറുക്കി വെക്കാം. അന്നാ പിന്നെ ഈ നമ്മുടെ എന്തുവാ വല്യത്ത് വടക്കേല് മൂത്ത അവനും പിന്നെ ഒരു മേക്കച്ചെറുക്കനാ, ആ ചെറുക്കനും കൂടെ വന്ന് ഈ കല്ലെല്ലാം പെറുക്കിച്ചെന്തോ എറിയുകയും നമ്മുടെ ക്യാമറയൊക്കെ അടിച്ചു പൊട്ടിച്ചു പോയത് അമ്മാവനെ കാണിച്ചല്ലോ. എന്തെല്ലാം ഇവിടെ നടന്നെന്നറിയാമോ അമ്മ? ഇവരാണ് പ്രാന്ത് കാണിക്കുന്നത് മുഴുവൻ. ഇന്നലെ മാമനാ ചോദിച്ചു നോക്കണം, 17-ാം തീയതി നടന്ന അതൊന്ന് കാണിച്ചേന്ന് ചോദിക്കണം. നിങ്ങളുടെ ക്യാമറ ഉണ്ടല്ലോ, ഇതിന് കാണിച്ച ബുദ്ധി ഒന്ന് കാണിച്ചെന്ന് ചോദിച്ചാൽ മാമന് കാണാം അവന്റെ ബുദ്ധികളൊക്കെ. അവൻ SNDP മാമൻ ചോദിക്കണം, 17-ാം തീയതി ഇവിടെ ഭയങ്കര ഗുസ്തിയൊക്കെ നടന്നല്ലോ, ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടെ, ഒന്ന് കാണിച്ചേന്ന് പറയണം. ക്യാമറ ഇവിടെ വെച്ചിരിക്കുന്നത് ഞങ്ങളും ഇതിനകത്തെ അംഗങ്ങളല്ലേ ഒന്ന് കാണട്ടെന്ന് ചോദിക്കണം മാമ. ഇവൻ എന്തെല്ലാം ഒരു ഇന്ന് പറഞ്ഞിട്ടല്ലോ, ഇന്നലെയാ 17. കേട്ടോ, വൈകിട്ടത്തെ 7 മണിക്ക് മുമ്പുള്ള സംഭവമാണ്. 7:05 മുന്നേ പോകും, കഴിഞ്ഞു പല്ല അതിന് മുന്നേ 7:10 അങ്ങോട്ട് പോകത്തില്ല എന്തായാലും. കേട്ടോ, ഈസി ആയിട്ട് കാണാൻ പറ്റും ഇവൻ കാണിക്കുന്ന കൂട്ടുകൾ അവിടെ. ഈ പപ്പൻ എന്ന് പറയുന്നവൻ ഇവിടെ മാമനോട് ഇന്ന് ഞാൻ ഇതുപോലെ കാര്യം പറയുമ്പോൾ, ഇന്നലെ ഞാൻ ഇതുപോലെ ഈ ക്യാമറ ഓഫ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ശീലം അവനെ ഇതുപോലെ വിളിച്ച് മാമ വേണ്ടി ഇതാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവനൊക്കെ വന്ന് ഇങ്ങോട്ട് പോ പിന്നെ അങ്ങ് തെറി വിളിക്കാൻ തുടങ്ങി. തെറി വിളിക്കുക, നിന്നെ കാണിച്ചു തരുവടി, അങ്ങനെ ഓടി ഇങ്ങനെ ഓടി, പിന്നെ അങ്ങോട്ട് ഓടിച്ചെന്നൊരു ചൂലെടുത്തോണ്ട് വരുന്നു, പിന്നെ കമ്പി കുത്തുന്ന ഈ വിളക്കുണ്ടല്ലോ ആ കമ്പിയെല്ലാം എടുത്തോണ്ട് ഇങ്ങനെ വരികയില്ല. നമ്മളൊക്കെ അതിനെ പറഞ്ഞോ എനിക്ക് മറ്റേതാണെന്ന്. ഇവരൊക്കെ എന്ത് ചെയ്താലും അവർക്കൊരു കുഴപ്പമില്ല, നോർമല. നമ്മൾക്ക് സംസാരിക്കാനും പറ്റത്തില്ല. ഇവർ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ മിണ്ടരുത്, നമ്മളങ്ങ് സഹിച്ചോണമെന്നത് എന്തോ നമ്മളത് അതെടുത്ത നിയമമാണ്. ഗൗരവം അറിയത്തില്ല. ഇവന്മാര് ചെയ്യുന്നുണ്ടല്ലോ, ആജീവനാന്തം ഇവന്മാര് പോയി ജയിലിൽ കിടക്കുന്ന കാര്യമാണ് ഇവന്മാർ ചെയ്യുന്നത്. ഇവന്മാർക്ക് ആരും ധൈര്യം കൊടുക്കുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഭയങ്കര ക്രിമിനൽസ് ആണോ ഇവിടെ കുറെ എണ്ണം ഉണ്ട്, അതുകൊണ്ടാണ് ഇവന്മാർക്ക് ഇത്ര ധൈര്യം. അല്ലെങ്കിലേ വേറെ വല്ലയിടത്തൊക്കെ ആണെങ്കിൽ ഇവന്മാർ എന്നെ ചെയ്യും, നമ്മുടെ ക്യാമറ ഹാക്ക് ചെയ്യുക, നമ്മുടെ വാച്ച് ചെയ്യുക, നമ്മുടെ പുറകിന് നടക്കുക, നമ്മളെ ഫോളോ ചെയ്യുക. ഇതിനൊക്കെ ആരോ അവനവരുടെ വീട്ടിലെ കാര്യം നോക്കിയാൽ പോരായോ? മാമന്റെ വീട്ടിലെ കാര്യം നോക്കുക വല്ലവരും ആണോ മാമന്റെ വീട്ടിലെ കാര്യം നോക്കുന്നത്? മാമൻ സമ്മതിക്കുവോ ആരെയും കൊണ്ടെങ്കിലും കാര്യം? മാമൻ ഇവിടെ ഇല്ലാഞ്ഞപ്പോഴേ എന്തോ വിവരം അറിയും. മാമന്റെ ഭാര്യ അവിടെ ഒറ്റയ്ക്കായിരുന്നല്ലോ മാമന്റെ വീട്ടില്, വല്ലവരും വന്ന് കാര്യം നോക്കാൻ വന്നോ? വന്നോ ഇവരും അറിയിച്ചില്ലയോ? ഇതുപോലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇതെന്ത് വെള്ളരിക്ക പറ്റണോ? ഇതെന്ത് ഇവിടെ ഗൂണ്ടായിട്ടാണോ നടക്കുന്നത്? ഇങ്ങനെയും ഗൂണ്ടായിട്ടുള്ള എന്തോ അതൊക്കെ കഴിച്ച് നമ്മളെ ചോറുണ്ടിട്ട് കാലങ്ങളായി. നമ്മൾ ചോറുണ്ട് പോയാൽ നമ്മളെ ഉടനെ വീർപ്പിച്ച് നമ്മളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുവന്ന്. അതുപോലുള്ള ടെക്നോളജികളാണ് നമുക്ക്. എന്തുവാ മാമൻ അതറിയത്തില്ല, മാമൻ അവ അനുഭവിച്ചാലേ അറിയത്തുള്ളൂ. നമ്മുടെ മൂക്കിനകത്തോട്ട് പുകയടിക്കുക, ഇവിടെ കൊണ്ട് വന്നാൽ വൈകിട്ടൊക്കെ നമ്മൾ ഈ പുറക്കെ സംസാരിച്ചെന്ന് വിചാരിച്ചു നമ്മുടെ മുഖത്തോട്ടൊക്കെ പുകയെല്ലാം കൂടെ അടിക്കാൻ തുടങ്ങി. ഇവിടുന്നാണെന്ന് അറിയത്തില്ല, ഉടനെ പുക വരും മുഖത്തോട്ട്.